ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഒരു സന്തോഷവുമില്ല എന്ന് പറയാറുണ്ട്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ എല്ലാ ഗോളുകളും എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുത്തതിന് ശേഷമാണോ നിങ്ങൾ സന്തോഷവതിയാകുന്നത്? അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചില്ല, എനിക്കൊന്നും ഒരു സന്തോഷവുമില്ല എന്നാണ് കരുതുന്നത്? ഒരാൾ നിങ്ങളെ വിളിച്ചില്ല, എനിക്കൊന്നും ഒരു സന്തോഷവുമില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, ലക്ഷ്യങ്ങൾ, വലിയ വലിയ ഗോളുകൾ നേടിയെടുത്തിട്ടും സന്തോഷിക്കാത്ത ആളുകളുമുണ്ട് അല്ലേ? അപ്പോൾ ഈ ലോകം എന്ന് പറഞ്ഞത് സുഖ ദുഃഖങ്ങളുടെ ഒരു സമ്മിശ്ര വികാരം നിറഞ്ഞതാണ്. എല്ലായിടത്തും സന്തോഷമുണ്ട്, എല്ലായിടത്തും ദുരിതങ്ങളുണ്ട്, എല്ലായിടത്തും ദുഃഖങ്ങളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിലുള്ള സന്തോഷം നമ്മൾക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. ഒരാളിൽ നിറയെ സന്തോഷമുണ്ട്, പക്ഷെ അവനത് അനുഭവിക്കാൻ കഴിയുന്നില്ല. അത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. കസ്തൂരിമാൻ തൻ്റെ കസ്തൂരി അതിൻ്റെ മണം അറിയുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ബോഡിയോടുള്ളത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതവസ്ഥയാണ് അവർക്കും. നമ്മളിൽ സന്തോഷമുണ്ട്, നമ്മളിലെല്ലാ കഴിവുകളുമുണ്ട്, നമ്മൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളിലുള്ള സന്തോഷം പല രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഒരു വലിയ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു. ആ വലിയ പ്രശ്നത്തെ നിങ്ങൾ പറയാണ്, എനിക്കിത് സോൾവ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ആ വലിയ പ്രശ്നത്തെ പല ഭാഗങ്ങളായിട്ട് കഷ്ണമാക്കുക, ചെറിയ ചെറിയതായിട്ട് പീസുകളാക്കി എടുക്കുക. ആ വലിയ പ്രശ്നത്തെ ആ ഓരോ പീസും നിങ്ങൾ നടപ്പിലാക്കി എടുക്കുക എന്നുള്ളതാണ്. പകുതിയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അയ്യോ എത്ര എളുപ്പത്തിലാണ് ഞാൻ ഈ വലിയ പ്രശ്നം സോൾവ് ചെയ്തത്. ഏത് വലിയ പ്രശ്നത്തെയും ചെറിയ ചെറിയ ഭാഗങ്ങളായി മുറിച്ചെടുത്തിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മളിലുള്ള സന്തോഷം നമ്മൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നമ്മൾക്കെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും, എല്ലാം നേടിയെടുക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ്? നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ്, നമ്മളെ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, എല്ലാ ഗോളുകളും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കും. ഒരിക്കലും നടക്കില്ല എന്ന്, ഇത് നടക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും മനസ്സിൽ നടക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ നടക്കില്ല എന്ന് പറയരുത്. നടക്കും, എനിക്കിത് നടന്ന് കിട്ടും, ഞാൻ ഈ ഗോൾ അച്ചീവ് ചെയ്യും. ഈ ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. നെഗറ്റീവ് ചിന്തയേ അരുത്.